ഗുരുജി, അഘോരി, സന്യാസം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന പദമാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മം. എന്താണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റി? എത്തിപ്പിടിക്കേണ്ടുന്ന ഒരു അവസ്ഥയോ മറ്റോ ആണോ അത്? ഇതുവരെ വായിച്ചതും കേട്ടതും വെച്ചിട്ട് അത് ദൂരെയുള്ള വളരെ കഷ്ടപ്പെട്ട് എത്തിപ്പിടിക്കേണ്ട ഒന്നാണ്. അങ്ങനെയാണോ? സ്പിരിച്വാലിറ്റി എന്നാൽ സ്പിരിറ്റിനെ സംബന്ധിച്ച് എന്നല്ലേ അർത്ഥം? സ്പിരിറ്റ് എന്ന് ആത്മം, അധ്യാത്മം എന്ന പദത്തിന്റെ അർത്ഥം അത് തന്നെ അല്ലേ? അധി ആത്മം, എന്നെ സംബന്ധിച്ച്, എന്നെ അറിയൽ, അതല്ലേ? എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന എന്നെ അറിയാൻ ഇത്ര പ്രയാസ? അപ്പൊ ഞാൻ എന്നിൽ നിന്ന് ഒത്തിരി ദൂരെ പോന്നിട്ടുണ്ടാവും അല്ലേ? എന്നിലേക്കുള്ള തിരിഞ്ഞു നോട്ടം, എന്നെ അറിയുക, എന്നെ അനുഭവിക്കുക, ഇത് തന്നെയാണ് സ്പിരിച്വാലിറ്റി. ഇതുപോലെ സരളമായൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും കഠിനമായ കാര്യം ഇതാണെന്നാണ്. ഗുരുജി, ഒരാൾ സ്പിരിച്വൽ പാത്തിൽ സഞ്ചരിക്കുന്നത് എന്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? സ്പിരിച്വാലിറ്റി ഒന്നും നേടലൊന്നുമല്ല, എല്ലാം നഷ്ടപ്പെടുത്തലാണ് ആധ്യാത്മം. അവനവനെ അറിയുമ്പോൾ എല്ലാം പോവുക ചെയ്യുക. ഞാനെന്ന് വെച്ച് വാരി വെച്ചിരിക്കുന്ന ഒത്തിരി അഹന്തകൾ ഉണ്ടാവും, ഒത്തിരി ധാരണകളുണ്ടാവും. ഞാൻ ഇന്ന ആളാണ്, ഇന്നതാണ്. ആ ധാരണകളെല്ലാം പോയി കിട്ടും. സ്പിരിച്വാലിറ്റി ഒരു നേട്ടമല്ല, ഒരു നഷ്ടമാണ്. എല്ലാം നഷ്ടപ്പെടുത്തലാണ്. ഒരു തുള്ളി ജലം സമുദ്രത്തിൽ അലിഞ്ഞാൽ ആ ജലത്തിന് പിന്നെ അസ്തിത്വം ഇല്ലല്ലോ. ജലത്തുള്ളി എന്ന അസ്തിത്വം ഇല്ലല്ലോ, ഉണ്ടോ? ആ തുള്ളി സമുദ്രമായി തീർന്നു എന്ന് പറഞ്ഞ പോലെ ഞാനില്ലാണ്ടായി സർവവും ഞാൻ തന്നെയായി തീർന്ന അവസ്ഥയാണ്. അതിലെ ഞാനെന്ന വ്യക്തിത്വം നഷ്ടപ്പെടലാണ്. എവിടെ നിന്നാണ് ഒരാളുടെ മനസ്സിൽ ആധ്യാത്മിക ചിന്ത ഉടലെടുക്കുന്നത്? താങ്കൾക്കതെങ്ങനെയാണ് സംഭവിച്ചത്? ഒത്തിരിയുള്ള ചോദ്യത്തിന് ഉത്തരം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം കാരണം. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, കഠിനതകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം ഒരാളെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോവുക. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഓർമ്മ വെച്ച കാലം തൊട്ടേ ഇതെന്തൊരു രോഗം പോലെ, ഞാൻ സന്യാസ രോഗം, ആയുർവേദത്തിൽ രോഗത്തെ പറ്റി പറയുന്നത് സന്യാസ രോഗം, അതുപോലെ എന്നെ ഇത് സദാ പിന്തുടർന്നതാണ്. ഇപ്പോൾ അറിയാം അതൊരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു. ഓർമ്മ വെച്ച കാലം തൊട്ടേ അധ്യാത്മം, സന്യാസം, ഇതൊക്കെ മനസ്സിലുള്ള മോഹങ്ങളാണ്. എന്തിനാന്ന് അന്ന് അറിഞ്ഞുകൂടായിരുന്നു, ഇന്നത് തിരിച്ചറിയുന്നു, അത്ര തന്നെ. മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം ആയിരിക്കാം. എന്തോ എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. തിരിച്ചറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് തിരിച്ചറിഞ്ഞത്? ഞാനുണ്ട്, ഞാനുള്ളതാണ്, ഞാനേ ഉള്ളൂ, ഞാനാണ് സർവം. ഇതൊക്കെയാണ് തിരിച്ചറിവെന്ന് പറയാവുന്നത്. സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ആധ്യാത്മ ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ടോ? ഈ സാധാരണ ആളെന്ന് വെച്ചാൽ ഞാൻ ഒരു സാധാരണക്കാരാണെന്ന് എനിക്ക് തോന്നാറുള്ളത്. അധ്യാത്മം പ്രാധാന്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിലൊന്നിയല്ലേ ജീവിതം. ഞാനെന്ന വിചാരമില്ലാതെ എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്യാൻ പറ്റുമോ? എല്ലാ കർമ്മങ്ങൾക്കും അടിസ്ഥാനം ഞാൻ അല്ലേ? ഞാൻ അല്ലേ അധ്യാത്മം? എന്ത് പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ അതല്ലേ പരമപ്രധാനം. എല്ലാവർക്കും തന്നെ ചിലർ തിരിച്ചറിയുന്നില്ല, ചിലർ തിരിച്ചറിയുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു.